സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പ് ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ക്ലൈമറ്റൊക്കെ ഗംഭീരം, കുറേ ചീവിടിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇവരുടെ കുറേ പെർഫോമൻസ് കണ്ടേ പറ്റൂ. തുടങ്ങിക്കളയാം. വെനീസിലെ വ്യാപാരി ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. അതിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ മനോഹരമായൊരു പെർഫോമൻസ് ഉണ്ട്. ആ ഡയലോഗ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർ എങ്ങനെ അതിനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് പേര്? മേഘ. മേഘ. എവിടെയാണ്? നാട് എവിടെയാണ്? ട്രിവാൻഡ്രം. ഓക്കെ, തുടങ്ങാം. റെഡി? റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കരയിലുള്ള ബാലകവി ആയിട്ടുള്ള അല്ല, അവിടെ നിന്ന് ഇച്ചിരി ഐഡിയ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നപ്പോ പോയി. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. കരയിലെ ബാലകവി എന്നറിയപ്പെടുന്ന ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ചു ദിവസം മുന്നേ എൻ്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻ പിള്ളയുടെ വിജയ രഹസ്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാറില്ല എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹമല്ലേ ഇദ്ദേഹം? അല്ല, ഇത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇദ്ദേഹമാണ്. അയ്യോ, അങ്ങനെയല്ല ചിരി. എന്റെ അടുത്ത് സാറെന്താ ഇവിടെ വരുന്ന വിവരം ഒരു കത്തിട്ടിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ അങ്ങ് മുങ്ങായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് കടവത്തൊന്ന് കാത്തു നിന്നേനെ. ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. കാരിനിപ്പ് കൊണ്ടുള്ള ബന്ധമാ. എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണേ ചെയ്യാം, ആൾക്കാരുടെ മുന്നിൽ വെച്ചെല്ലാം നാട്ടിക്കരുത്, ഇടിച്ചു നാട്ടിക്കരുത്. എന്നാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. കമ്പനി അടക്കട്ടെ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. എന്താണ് പേര്? തൻവീൻ. നല്ല പേര്. എവിടെ? നാട് എവിടെയാണ്? കോഴിക്കോട്. എന്നാ പിന്നെ ആക്ടിങ്ങിലേക്ക് പോകും അല്ലേ? റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവിയായ കൊച്ചുകൃഷ്ണൻ എന്നെ പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ കച്ചവട സംബന്ധമായ ആവശ്യത്തിന് തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടപ്പോൾ ഉള്ളു തെറ്റാതല്ല പഠിച്ചിട്ട്. ഒരു കാര്യം ചെയ്യും, നീ ഇത് പറയണ്ട. പകരം കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തിയെ നിർത്താതെ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി നിർത്താതെ 3 വർഷം പുറത്ത് നിൽപ്പിക്കും. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. വയലാർ എഴുതുപോലെ. നീ MBA ക്കല്ലേ പഠിക്കുന്നത്? മലയാളമില്ല, ഇംഗ്ലീഷിൽ ടങ് ടെസ്റ്റ് വേണം. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. താൻ രാത്രി പുറത്തെവിടെ കറങ്ങി നടക്കുന്നത്? മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കുന്നത്? ഞാൻ കൊന്നില്ലല്ലോ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കറക്റ്റായിട്ട് 3 വർഷം പറയണം. കൃഷ്ണമൂർത്തിയുടെ
മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. മൂർത്തി കഴിഞ്ഞു. കേട്ടോ വേണ്ട, ഇനി വേറെ സാധനം പറഞ്ഞു. സിമ്പിൾ ഒരു സാധനം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറ. പഠിക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ പറയുന്നത് പറഞ്ഞു. പഠിക്കേണ്ടതായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു വന്നേ. അല്ല, ഞാൻ കേട്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. പേരെന്തായിരുന്നു? അൻഷ. അൻഷ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പഠിക്കേണ്ടാത്ത ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അൻഷയെ കൊണ്ട് നമുക്ക് ആക്ട് ചെയ്യിപ്പിക്കാം. നീ വിട്ടോ. ഓക്കെ, അൻഷ വരും. അൻഷേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെ നാടെവിടെ? പത്തനംതിട്ടയാണ്. എന്നാ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ പറ്റി പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നെ പറ്റി കേട്ടതാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നെ പറ്റി കേട്ടപ്പോൾ പണ്ട് കുറച്ച് നാൾക്ക് മുൻപേ എൻ്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടന്റ് പറഞ്ഞ് കണ്ടുമുട്ടിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ചന്ദ്രൻ പിള്ളയുടെ വിജയരഹസ്യം എന്താണെന്ന്. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിപ്പറിച്ചെടുക്കാറില്ല. അത് കേട്ടപ്പോൾ അദ്ദേഹമാണ് ഇത്. വേറെ കൂടെയുള്ള അദ്ദേഹം. സാറെന്താ ഇവിടെ? നേരത്തെ ഒരു കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയേനെ. അല്ല, കടവത്ത് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ കക്ഷിയാണ്. ഞങ്ങൾ തമ്മിൽ കരുമ്പ് കൊണ്ടുള്ള ഒരു ബന്ധമാണ്. കുറെ നാളായല്ലോ കണ്ടിട്ട്. നമുക്കെന്നാ അങ്ങോട്ട് മാറി നിൽക്കാം. എന്നാ കമ്മിറ്റി നടക്കട്ടെ. എന്നാ മാറി നിൽക്കാം. ഓക്കെ, നന്ദിയുണ്ടേ. പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. എന്താണ് പേര്? ആതിര. എവിടെയാണ് നാട്? കണ്ണൂർ. ഓക്കെ, പാട്ട് പാടുവോ? ഇല്ല. അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ? റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻ പിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ട ഉടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് അദ്ദേഹത്തിന്റെ ഇത് കൂടിയുള്ള അദ്ദേഹം. അല്ല, നീ അങ്ങനെ പറയരുത്. എങ്കിൽ പറ, ഞാൻ ആരാന്ന് പറ. നീ ആളെ പറടാ. ഗംഭീരല്ല. എങ്ങനെയാണ് അതിന്റെ വൺ മോർ ഭയങ്കര രസമുണ്ട്. സാരെന്താ ഇവിടെ? വരുന്ന വിവരം കത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പളെ മുങ്ങിയേനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. എത്ര നാളായി കണ്ടിട്ട്. വരൂ സാർ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എന്നാ കമ്മിറ്റി എടുക്കട്ടെ, അങ്ങോട്ട് മാറിയിക്കാം. ഭയങ്കര ആക്ടിങ് ആയിരുന്നല്ലോ. കൊള്ളാം, നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. പേരെന്താണ്? പേര് വിഷ്ണു. എവിടെ നാട്? എവിടെയാണ്? മലപ്പുറം. പാട്ട് പാടാൻ അറിയോ? ഇല്ല. അപ്പൊ പിന്നെ ആക്ടിങ്ങിലേക്ക് പോവല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞികൃഷ്ണൻ. അയ്യേ, ചമ്മിപ്പോയേ. അല്ല, സോറി, കൊച്ചുകൃഷ്ണനാണല്ലേ. തത്തമ്മ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കൊച്ചുകൃഷ്ണൻ പറഞ്ഞത് കരയിലെ ആദ്യം മുതൽ പറഞ്ഞാലോ? ഒന്നുകൂടെ. റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ കൊച്ചുകൃഷ്ണൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്
ഞാൻ കച്ചവട സംബന്ധമായ ആവശ്യത്തിന് പോയപ്പോൾ ഒരു പോലീസ് സൂപ്രണ്ടിനെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചത് ചന്ദ്രൻപിള്ളയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ എന്താ കഥ എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിർത്തി. എനിക്കറിയില്ല. ഇപ്പോൾ പോലീസ് സൂപ്രണ്ട് എന്നോട് ചോദിച്ചു ചന്ദ്രൻപിള്ളയുടെ സൗഭാഗ്യത്തിന്റെ രഹസ്യം എന്താണ്? അല്ല മറ്റേ എന്താണ് ആരേലൊന്ന് പറയാ, വിജയരഹസ്യം എന്താണ്? ഈ വർഷത്തെ പരിപാടിയും നല്ല ആക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരുടെ സൗഭാഗ്യത്തിൽ ഇടപെടാൻ പോവാറില്ല, സൗഭാഗ്യം തട്ടിയെടുക്കാൻ പോവാറില്ല. അപ്പോൾ ഇദ്ദേഹമല്ലേ അദ്ദേഹം സാറെന്താ ഇവിടെ ആരാ പറഞ്ഞു കൊടുത്ത കഷ്ടം ഒത്തിരി ഇറങ്ങുന്നു പറഞ്ഞു കൊടുത്തു. ജൂനിയർ അവർ പറയാൻ ഞാൻ കേൾക്കത്തില്ലല്ലോ. അത് അറിയാറുണ്ട്. ജൂനിയർ പറഞ്ഞോണ്ടി അത് കേൾക്കില്ലല്ലോ. അങ്ങനെയല്ല. ഒരു കാര്യം ചെയ്യും, അതെല്ലാം പോട്ടെ. മുണ്ടിൽ ചെളി പുരളരുത് പറഞ്ഞു. മുണ്ടിൽ ചെളി പുരളരുത്. നിർത്താൻ 3 വർഷം പറഞ്ഞാൽ വിടാം. മുണ്ടിൽ ചെളി പുരളരുത്. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. മുണ്ടിൽ ചെളി പുലരരുത്. ഓക്കെ, ഒന്നുകൂടെ. മുണ്ടിൽ ചെളി പുലരരുത്. ഇത്ര മാത്രം പുളകത് എവിടെ? മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുലരരുത്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. പോട്ടെ, ഞാൻ അത് വായിച്ചു കളഞ്ഞേക്കും. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. 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 നിർത്താതെ നല്ലോണം 3 വർഷം സ്പീഡിൽ പറ. ഇനിയും പറയണോ? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ആ സ്പീഡ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. എന്താണ് പേര്? കാശി കൃപ. എവിടെയാണ് നാട്? കൊല്ലം. കൊല്ലത്താണ്. നമുക്ക് ആ അഭിനയത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ബാലകവിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു പോലീസ് സൂപ്രണ്ടന്റിനെ കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ ഞാൻ ഒരിക്കലും തട്ടിയെടുക്കാറില്ല. അപ്പോ അദ്ദേഹം ഇത് അദ്ദേഹം അല്ല, ഇത് അദ്ദേഹം സാറെന്താ ഇവിടെ? ഒരു സാറ് വരുന്നത് ഒരു കത്തിട്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് മുങ്ങിയനെ. അല്ലല്ല, കടവത്ത് വന്ന് വിളിച്ചേനെ സാറിനെ. കടവത്ത് നിന്ന് കാത്തു നിന്നേനെ. സാറിന്റെ അടുത്ത കക്ഷിയാണ്. ഓഹോ, ഇത് സീൻ വേറെ ആണല്ലേ? അയ്മൂട്ടിയുടെ അടുത്ത കോഴ്സ് ഇറക്കണത്. ഞങ്ങൾ തമ്മില് കാരിരുമ്പിന്റെ ബന്ധമാണ്. കാരിരുമ്പിന്റെ ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. എത്ര നാളായി കണ്ടിട്ട്? ഞാൻ എന്ത് വേണേലും ചെയ്യാം, എന്നെ നാറ്റിക്കരുത്. എന്നാ നമുക്ക് അങ്ങ് മാറി നിന്ന് സംസാരിക്കാം. നിങ്ങൾ കമ്മിറ്റി കുടിക്കോ? എന്നാ മനുഷ്യനെ പണിയെടുത്ത് ജീവിക്കാനും സമ്മതിക്കില്ല. എന്താണ് പേര്? ഐശ്വര്യ. എവിടെ നാട്? കൊല്ലം. ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, കാരണം പഠിച്ചു വെച്ചിരിക്കുന്ന മറക്കണ്ട. എനിക്കറിയാം ടെൻഷൻ. 1 2 3 സ്റ്റാർട്ട്. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ
അറിയപ്പെടുന്ന തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകൃഷ്ണനല്ലേ? ശ്രീകൃഷ്ണനാ? ഞാൻ പറഞ്ഞു വന്നത് ഇയാള് പറഞ്ഞു, ആരെങ്കിലും പറയണ്ടെന്ന് പറഞ്ഞോ? പറയാൻ വന്നത് മറന്നുപോയി. കൊച്ചു കൃഷ്ണൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണ് ഓർമ്മ വന്നത്? പറയാ, ഓർമ്മ വന്ന കാര്യം നമുക്ക് അറിയേണ്ടത്. പറയൂ. ഓർമ്മ വന്നത് പറഞ്ഞു. എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ കച്ചവട സംബന്ധമായ ആവശ്യങ്ങൾക്ക് തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അദ്ദേഹമല്ലേ ഇദ്ദേഹം അല്ല, ഇദ്ദേഹം തന്നെയാണ്. ഇത് ഇവിടെയുള്ള ഇദ്ദേഹം, ഇവിടെയുള്ള ഇദ്ദേഹം എന്തായിരുന്നു? സ്വിച്ചിട്ടാണെങ്കിൽ ഒരാളവിടെ കറക്റ്റായിട്ട് എന്താ അപ്പോഴേ പറയൂ. സാറെന്താ ഇവിടെ? ഞാൻ നിങ്ങളെ പ്രോഗ്രാം എന്തിനാ വന്നത്? സാറെന്താ ഇവിടെ? ഒരു കത്തിട്ടിരുന്നെങ്കിൽ കടവത്ത് ഞാൻ വന്ന് ഞാൻ അപ്പോഴും മുങ്ങന അല്ല, കടവത്ത് വന്ന് കൂട്ടിക്കൊണ്ട് വന്നേനല്ലോ. ഇത് എന്റെ സ്വന്തം കക്ഷിയാ. ഞങ്ങൾ കാര്യം കൊണ്ടുള്ള ബന്ധമാ. പിന്നെന്താ? എത്ര നാളായി സാറിനെ കണ്ടിട്ട്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, നാറ്റിക്കരുത്, ഇടിച്ച് നാറ്റിക്കരുത്. എന്നാ കമ്മിറ്റി നടക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. അടിപൊളി അടിപൊളി, സൂപ്പർ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും, ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി എന്താ ഇതുവരെ ഇത്രയും പേര് വന്നിട്ട് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ടോണിക്ക് എന്തുമാത്രം സപ്പോർട്ടാണ്. അപ്പൊ കാരണം എന്താണെന്ന് അറിയാം, ഈ കോളേജിൽ എല്ലാവർക്കും അറിയാം ഇവൻ ഒന്നാം തരം ആക്ടറാണെന്നുള്ളത്. ഇല്ലേ? അതെ എന്നുണ്ട് എല്ലാരും പറയാണ്. അപ്പൊ ഏതായാലും നമുക്ക് കറക്റ്റ് പേര് ടോണി. ടോണി ഓക്കെ ഓക്കെ. നാട് എവിടെയാണ്? മുണ്ടക്കൻ. അപ്പൊ ശരി, നമുക്ക് തുടങ്ങാം. റെഡി, ആക്ഷൻ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ നമ്മുടെ ഈ കൊച്ചുകടവിലുള്ള ഈ ഒരു ആ സ്ക്രിപ്റ്റ് പക്ഷെ നല്ല ആക്ടിങ് ആണ്. ആ സ്ക്രിപ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ടാണ് റിലാക്സ്. ഇതാണ് മാർഗം കളി, ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ കൊച്ചുകടവിലെ ബാലകൃഷ്ണ പിള്ള എന്നൊരാൾ ഉണ്ടായിരുന്നു. ബാലകൃഷ്ണ പിള്ള? കൊച്ചുകൃഷ്ണ പിള്ള ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഓർമ്മയിൽ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് താങ്കളുടെ ഈ ഈ രഹസ്യമെന്ന്. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ആരുടെയും ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആരുടെയും സൗഭാഗ്യങ്ങളിൽ കണ്ണുവെക്കാറില്ല, തട്ടിപ്പറിക്കാറില്ല. അദ്ദേഹമാണോ ഇദ്ദേഹം അല്ല, ഇദ്ദേഹമാണോ അദ്ദേഹം അല്ല, ഏതോ അദ്ദേഹം ഇതാണ് കച്ചവടം. അദ്ദേഹമാണോ ഇദ്ദേഹം? ഇതിനിടയ്ക്ക് ചീവിടിന്റെ ഒക്കെ സൗണ്ട് വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ആ കക്ഷി ഇവിടെ വന്ന് എല്ലാം സാറെന്താ ഇവിടെ? നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കാം. എന്നെ ഇവിടെ അല്ലല്ല ഇതെന്റെ കക്ഷിയാണ്, സാർ ഇവിടെ വെച്ച് എന്നെ ഇടിച്ച് നാറ്റിക്കരുത്. നമുക്ക് വേണം അങ്ങോട്ട് മാറി സംസാരിക്കാം. അപ്പൊ കമ്മിറ്റി അടക്കട്ടെ. ഓക്കെ, അപ്പം ഗിഫ്റ്റിന്റെ സെക്ഷനാണ്. ഈ പറഞ്ഞതുപോലെ ആർക്ക് കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനുണ്ട്. പിന്നെ ഇതൊരു ഫസ്റ്റും സെക്കൻഡും ഒന്നും അല്ല, അത് കുറച്ച് പേരവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ആദ്യം വിളിക്കുന്ന ഫസ്റ്റ് എന്നൊന്നും കരുതണ്ട, ചെറിയ ചെറിയ പോയിന്റുകളുടെ വ്യത്യാസമാണ്. ആദ്യം തന്നെ നമുക്ക് വിളിക്കാം ആതിര. ആതിര, കൺഗ്രാറ്റ്സ്. ആതിര സ്ക്രിപ്റ്റ് മനോഹരമായി തന്നെ പഠിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഡെലിവറി ചെയ്തു. അതാണ് ചെറിയൊരു പോയിന്റ് മുന്നിൽ വന്നത്. അപ്പം സ്പൈസി ട്രൈബ്
ഹോം മെയ്ഡ് പിക്കിൾസ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഇത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി വിളിക്കാം മിസ്റ്റർ അഭിജിത്ത്. അഭിജിത്തിനും നല്ല പെർഫോമൻസാണ്. സ്ക്രിപ്റ്റൊക്കെ മനോഹരമായി തന്നെ പഠിച്ചു പറഞ്ഞു. അപ്പോൾ അഭിജിത്തിന് സ്പൈസി ട്രൈബ് ഹോം മെയ്ഡ് പിക്കിൾസ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കാം അഞ്ചിമ. അഞ്ചിമ ഇവിടെ പ്രൈസൊക്കെ കിട്ടിയപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലായിടത്തും പറയുന്നത് ഞാൻ കേട്ടു. എല്ലാവരും കൈ വെച്ചോണം, നാളെ നമുക്ക് സദ്യക്ക് എടുക്കാമെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിന് കൂടെ പറ്റിയൊരു സാധനമാണ് ഇത്. പാരമ്പര്യത്തിൻ്റെ നിറവിൽ ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള SRM ചിപ്സാണ്. അല്ല, ഇത് തന്നെ പറയണം കേട്ടോ, കൈ വെച്ചേക്കണം. അവർക്കൊക്കെ നാളെ സദ്യയുടെ കൂടെ കൊടുക്കണം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കാം മിഥുന. മിഥുനയ്ക്ക് പ്രൈസ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മിഥുന കുറേയൊക്കെ തെറ്റിച്ചെങ്കിലും ഞാൻ ചോദിച്ചു അങ്ങനെ പ്രൈസ്, കണ്ണിൽ ഭയങ്കര എക്സ്പ്രഷനായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ഒരു കൈയ്യടി കൊടുക്കൂ. അപ്പം ഹൈസ ഹെയർ ഓയിൽ നൽകുന്ന, അതായത് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും, നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു ഗിഫ്റ്റാണ്. കൺഗ്രാറ്റ്സ്. ഏതൊരു വേദിയിലും ആദ്യം വരുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് തീർച്ചയായും ആ ഒരു ഗട്ട്സ് ഉള്ളവർക്കാണ് എവിടെയായാലും ആദ്യം എത്തിച്ചേരുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ വേദിയെ ധന്യമാക്കാൻ ആദ്യം എത്തിയ ആ വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. വരൂ. നിങ്ങളായിരുന്നു തുടക്കം കുറിച്ചത്. മനോഹരമായൊരു തുടക്കമായിരുന്നു. അപ്പോൾ ഓക്ക് ലീഫ്സ് ഫുഡ് പ്രൊഡക്റ്റ് നൽകുന്ന, പട്ടാമ്പിയിലുള്ള ഫുഡ് പ്രൊഡക്റ്റാണ് അവർ നൽകുന്ന മനോഹരമായ ഒരു യെസ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡുകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുമായി അടുത്തൊരു കോളേജിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ.